ഹായ് ഹലോ ബൾട്ടി ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി ഉണ്ണി ശിവലിംഗം ഡയറക്റ്റ് ചെയ്ത സിനിമ. ഉണ്ണി ശിവലിംഗത്തിൻ്റെ ലാസ്റ്റ് പടം തങ്കം സിനിമയായിരുന്നു. നമ്മുടെ വിനീത് ശ്രീനിവാസനും ബിജു മേനോനും വന്ന ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ അധികം അങ്ങോട്ട് ഹിറ്റായില്ല. ഇതിൽ ഒരുപാട് പേരുണ്ട്. ശാന്തനു, പീതി അസ്രാണി, അതുപോലെ തന്നെ സെൽവരാഘവൻ ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അൽഫോൺസ് പുത്രൻ, അതിൽ പുള്ളിയെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ പൂർണിമ ഇന്ദ്രിയത്ത് ഒരു ഡിഫറെൻറ്റ് കഥാപാത്രമായിട്ടാണ് ഇതിൽ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അങ്ങനെ പോകുന്നു. പിന്നെ അലക്സ് ജെ പുളിക്കലാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശിവകുമാർ വി പണിക്കർ. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായ് അഭയശങ്കർ. അദ്ദേഹം ഞാൻ മ്യൂസിക്കിൽ നോക്കിയപ്പോൾ പാട്ട് മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പോൾ വേറെ ആരുടെയും പേര് കാണുന്നില്ല. സായ് അഭയശങ്കർ തന്നെയാണ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുണ്ടെങ്കിൽ കിടിലം വർക്കാണ്. അത് ഒന്നും പറയാനില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു സ്പോർട്സ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മൂവി എന്നുള്ളൊരു ടാഗ്ലൈനാണ് പല സ്ഥലത്തും കണ്ടത്. അങ്ങനെ സ്പോർട്സ് മൂവി മാത്രമായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഉള്ളിലൊരു ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇമോഷണൽ പരിപാടിയും കൂടി ഇതിനകത്തുണ്ട്. അതും കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ബേസാണ് സിനിമയുടെ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഒരു നൈസ് ഫിലിം. ഇറ്റ്സ് ഓക്കെ ഫിലിം. ഒരു ഗംഭീര പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഫൈറ്റുകളുള്ള ഒരു വൈബുള്ള ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സിനിമയാണ്. കുറേ പരിപാടികളൊക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഒരു ഗംഭീര സിനിമ എന്ന് പറയാൻ എനിക്ക് പേഴ്സണലി അത് എൻ്റെ അഭിപ്രായമുണ്ടോ, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതിന് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ പല സ്ഥലത്തും ഇത്തിരി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പോൾ ഒരു മടുപ്പിക്കാത്ത അല്ലെങ്കിൽ ലാഗടിക്കാത്ത ബോറടിക്കാത്ത ഒരു കുറച്ച് വൈബുള്ള ലൗഡായിട്ടുള്ളൊരു സിനിമയുടെ ടോട്ടൽ ഒരു മൂഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു തമിഴ് കൾച്ചറാണ്. പാലക്കാട് ബോർഡറിൽ അല്ലെങ്കിൽ തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്താ പറയുക കൾച്ചറും ഇവിടുത്തെ കൾച്ചറിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. അത് സിനിമയിൽ മൊത്തം ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, മ്യൂസിക്കിലും, അതുപോലെ തന്നെ എന്താ പറയുക ഭക്ഷണത്തിൽ, അങ്ങനെ കുറേ പരിപാടി ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പോലും ആ ഒരു കൾച്ചർ കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ പരിപാടികൾ നന്നായി വന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴോ ഇങ്ങനെ മറ്റേ ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എവിടെയും കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു സീൻ ഡെവലപ്പ് ചെയ്ത് വന്ന് ആ സീൻ അവിടെ കഴിഞ്ഞു, അടുത്ത സീൻ ക്രിയേറ്റ് ചെയ്തു, അവിടെ കഴിയുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റുകൾ ഗംഭീര ഫൈറ്റുകളാണ് കേട്ടോ, അത് എടുത്തു പറയണം. സന്തോഷമാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. കിടിലം വർക്കാണ് അദ്ദേഹത്തിൻ്റെ. അതിൽ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇവർ കബഡി എന്ന് പറയുമ്പോൾ കബഡിയിൽ വരുന്ന കുറേ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ട്രാക്കിൽ വരുന്ന മൂവ്മെൻറ്റ്സ്, ആ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേം കൂടി എന്താ പറയുക റിലേറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി വിശ്വസനീയമായിട്ടുള്ള ഫൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഫൈറ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ പോകുന്നു. കുറേ സ്ഥലത്ത് അങ്കമാലി ഡയറീസിൻ്റെ ഒരു ഷെയ്ഡൊക്കെ തോന്നി. അത് നെഗറ്റീവ് അല്ല, അങ്ങനെ തോന്നി. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോകുന്നു. ഫൈറ്റുകൾ ഇങ്ങനെ റിപ്പീറ്റ്ലി വരുന്നു. നല്ലതായിരുന്നെങ്കിൽ പോലും പക്ഷേ ഇത് ഒരു ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യണ്ടേ, ആ ലാൻഡ്നെസ് ഇത്തിരി കുറവായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രസമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലായി സിനിമ. ഇമോഷണൽ ആവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ വർക്കാവുന്നുണ്ട്. പക്ഷേ എവിടേക്കോ ഒരു മിസ്സിങ് എലമെൻറ്റ്സ് കിടക്കുന്നുണ്ട്. നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു ഇതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള കുറച്ച് പടങ്ങളുടെയൊക്കെ സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല പടങ്ങളുടെയും ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ എന്താ പറയുക, ഒരു സ്പോയിലർ ഇല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഇരയാക്കി കൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി അത് കുറേ പടത്തിലൊക്കെ വന്നിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ആ ഒരു പരിപാടി വന്നിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സോഡാ ബാബു എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസും എന്താ പറയുക ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മൊത്തത്തിലൊരു പരിപാടി, ചായ ഗ്ലാസ്സൊക്കെ പിടിച്ച് ഉള്ളൊരു പരിപാടി, അത് അടിപൊളിയായിരുന്നു. പിന്നെ സെൽവരാഘവൻ എടുത്ത് പറയണം, കിട്ടിലനായിട്ട് പെർഫോം ചെയ്യേണ്ട. അയാളുടെ ചില നോട്ടമൊക്കെ ഉണ്ട്, ആ ഒരു പരിപാടി, അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പൂർണിമ ഇന്ദ്രിയത്ത് ആയിക്കോട്ടെ, എന്താ പറയുക കുറച്ചൊരു വേറിട്ടൊരു കഥാപാത്രമാണ്. പക്ഷേ എന്നാൽ പുതുമയുള്ള കഥാപാത്രമൊന്നുമല്ല. നമ്മൾ പല സ്ഥലത്തും പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രമാണ്. പക്ഷേ പൂർണിമ ഇന്ദ്രിയത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കഥാപാത്രമായിട്ടാണ് തോന്നിയത്. ഷെയ്ൻ നിഗം കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശാന്തനു ഒപ്പം കട്ടക്ക് നിന്ന് ഇവരുടെ ഈ ടീമിൽ, കബഡി ടീമിലെ ക്യാപ്റ്റൻ ശാന്തനുമാണ്.
ബെസ്റ്റ് പ്ലെയറായിട്ട് നമ്മുടെ ഷെയ്ൻ നിഗം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രീതി അസ്രാണി കുറച്ച് ഭാഗമൊക്കെ ആസ് യൂഷ്വൽ ഒരു ടിപ്പിക്കൽ നായിക സാധനങ്ങളൊക്കെ തന്നെയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് തന്നെ, ആരും മോശമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കുറച്ച് വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു മിസ്സിങ് ഫീൽ എലമെന്റ്സ് കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ബോറടി ഇല്ലാത്ത, ലാഗില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.